ഹലോ മിറാക്കിൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായ നെയ്യ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് നമ്മളിവിടെ മേടിക്കാറ്. അത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന പാലാണ്. നമുക്ക് വീട്ടിൽ നിന്ന് മേടിക്കുന്ന പാലോ ഇതിൽ ഉപയോഗിക്കാം. പാക്കറ്റ് പാൽ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിൽ പാടയൊന്നും ഉണ്ടാവില്ല പാക്കറ്റ് പാലിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന പാലോ വീടുകളിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന പാലോ ആണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുക. ഇത് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം 5-10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് പാട നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ചൂടാറുമ്പോൾ അതിൻ്റെ മുകളിൽ പാട തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ആ പാട നമുക്ക് ഐസ്ക്രീം ബോളിൽ ഇട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ ശേഖരിച്ച് വെച്ച പാൽപ്പാടയാണ് കേട്ടോ ഇതിവിടെ കാണുന്നത്. അത് ഏകദേശം നിറയാറാവുമ്പോൾ ഞാൻ നെയ്യ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാറുണ്ട്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തലേദിവസം തന്നെ ഫ്രീസറിൽ നിന്ന് ഞാനത് താഴോട്ട് ഇറക്കി വെക്കാറുണ്ട്. ഫ്രിഡ്ജിൻ്റെ താഴത്തെ സ്റ്റെപ്പിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇവിടെ മിക്സിയിൽ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനിവിടെ അടിച്ചെടുക്കുന്നത്. അതിൻ്റെ പകുതിയോളം എടുത്തിട്ട് നല്ല തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് തണുത്ത വെള്ളമാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അത് കറക്കിയെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ബ്ലേഡിൻ്റെ സൗണ്ട് മാറുമ്പോൾ ഇത് നിർത്തണം. പിന്നെ ഈ പ്ലെയിൻ മിക്സി ആയതുകൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ട് കാണാൻ സാധിക്കും. ഇതിലെ വെണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത്, താഴെ മോരും ഇങ്ങനെ താഴത്തോട്ടായിട്ട് കിടക്കുന്നത് കാണാം. അങ്ങനെ ഞാൻ നന്നായിട്ട് 2 ട്രിപ്പായിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് ആ ബ്ലേഡിൻ്റെ സൗണ്ട് മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ഇതായിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാനും പറ്റും അതിൽ നന്നായിട്ട്. അപ്പോൾ ഇത് 2 ട്രിപ്പും ഞാൻ അടിച്ച് മാറ്റിയിട്ട് ഈ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് നന്നായിട്ട് അത് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇതിൽ മോര് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ മോരൊന്നും യൂസ് ചെയ്യണില്ല. ഞാനത് കളയാണ് ചെയ്യണത്. നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് വെണ്ണ അങ്ങനെ മാറ്റി നമുക്ക് ഓരോ ട്രിപ്പും മാറ്റുമ്പോൾ അതിൻ്റെ വൈറ്റ് കളർ മാറി നല്ല തെളിഞ്ഞ വെള്ളം വരും കേട്ടോ. ഇത് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 4-5 പ്രാവശ്യം മാറ്റി. ഞാൻ ഇവിടെ 4 പ്രാവശ്യം മാറ്റിയിട്ടുള്ളൂ. ഓരോ സ്ഥലത്തെയും ഇതിനനുസരിച്ച് മാറ്റം വരും. ഇത് വെണ്ണയായിട്ട് കണ്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കണം. എവിടെ തൊട്ടാലും വെണ്ണയായിരിക്കും കേട്ടോ നമുക്ക് ആ സമയത്ത്. കണ്ടോ നന്നായിട്ട് അതിൽ നിന്ന് ഈ വെള്ളം നന്നായി തിരുമ്മി എടുക്കണം. അപ്പോൾ നല്ല വെണ്ണ കട്ടയായിട്ട് നമുക്കിത് കിട്ടും. എത്ര പ്രാവശ്യം കഴുകാൻ പറ്റണോ അത്ര പ്രാവശ്യം നമുക്കിത് കഴുകി ഇത് മാറ്റി വയ്ക്കാം. അത്രത്തോളം ഇതിൻ്റെ പുളിപ്പും ഇതൊക്കെ മാറി നല്ല ശുദ്ധമായ വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. തണുത്ത വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് നോക്കണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് ചെറിയൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിത് മാറ്റി ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം. അപ്പോൾ നല്ല ബ്രെഡിലും ഇതിലൊക്കെ തേച്ചിട്ട് നമുക്ക് സ്കൂളിൽ വിടാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് വെണ്ണയുടെ സ്റ്റെപ്പാണ്. ഇത് നമ്മൾ ഒരു 19s കാലഘട്ടത്തിൽ ജനിച്ചവർക്ക് അറിയാം. നമ്മൾ ഈ ബട്ടർ പേപ്പറിലാണ് ആദ്യം നമുക്ക് വെണ്ണയൊക്കെ കിട്ടിയിരുന്നത്. എൻ്റെ അപ്പച്ചൻ മേടിച്ചുകൊണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു കേട്ടോ വെണ്ണ. ഇപ്പോഴാണ് അത് ഇതിലൊക്കെ ആക്കി നമുക്ക് കിട്ടണേ. ആ പണ്ടത്തെ ഒരു എന്താ പറയുക ആ ഒരു ഓർമ്മ തന്നെയായിരുന്നു ആ വെണ്ണയുടെ ഒരു ഇത്. ഇനി നമുക്ക് നെയ്യിലേക്ക് കിടക്കാം കേട്ടോ. നെയ്യ് ഇതേ ഞാനിവിടെ നല്ല കട്ടിയുള്ള ഒരു ചീഞ്ഞട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ഞട്ടിയിൽ ഞാൻ ഈ നെയ്യ് ബട്ടർ ഇട്ടിട്ട് ഞാൻ പുറത്തടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ട മെൽറ്റായി വന്നു. അതിൻ്റെ നല്ല യെല്ലോ കളറിൽ മഞ്ഞൾ ഇതൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ പാലിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 വേപ്പിൻ്റെ ഒരു ഇല ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നെയ്യായി എന്നാണ് കേട്ടോ പറയാം. ഇതൊക്കെ അമ്മാമ്മ പറഞ്ഞിട്ടുള്ളൊരു ഓർമ്മയാണ് എനിക്ക്. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ടിട്ട് ഞാൻ വീണ്ടും അവിടെ അരിയത്ത് നിന്ന് നമ്മൾ ഈ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരണ സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്ക്. അവിടെ അടിയുള്ള തരിതരികളും പിന്നെ ആ വേപ്പിലും ഇതൊക്കെ പൊട്ടി വരും. കളറൊക്കെ മാറി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലായിരിക്കും. സ്മെല്ലെന്ന് പറഞ്ഞാൽ പോരാ, അത്ര നല്ല സ്മെല്ലായിരിക്കും ഈ നെയ്യ് ഉണ്ടാക്കുമ്പോൾ വരാം. നല്ല ശുദ്ധമായ പാലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല സ്മെല്ലുണ്ടായിരിക്കും എല്ലായിടത്തും. ഇനി അത് ചെറിയ ചൂടോടുകൂടി ഞാനിത് ബോട്ടിലോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ആ ചെറിയ ചൂടോടെ ആകുമ്പോൾ മൊത്തം നമുക്ക് ടോട്ടൽ ഇതിലേക്ക് കിട്ടും. ഒന്നും വേസ്റ്റായി പോകുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ചൂടോടുകൂടി ഇങ്ങനെ ഒഴിച്ച് കുറച്ച് നേരം ഈ ബോട്ടിലിങ്ങനെ തുറന്ന് വെക്കും കേട്ടോ.
ഇതാണ് കേട്ടോ നമ്മുടെ നെല്ലി. വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ പാൽപ്പാടിയൊക്കെ വേസ്റ്റാക്കി കളയുന്നതിനേക്കാളും പകരമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയെന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മുടെ നെയ്യിൻ്റെ ഇത് ഇരിക്കുന്നത്. ഇങ്ങനെയാണ്. പുറത്ത് തന്നെയാണ് ഞാൻ സൂക്ഷിക്കാറ്. ഒരു മാസമൊക്കെ ഇരിക്കും. ഏകദേശം ഒരു 4 ആഴ്ചയൊക്കെ എനിക്കിത് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവാറുണ്ട്. നല്ല നെയ്യാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന നെയ്യേക്കാൾ എത്രയോ ഇതായിട്ട് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ. ടാറ്റാ, ബൈ ബൈ.